എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം 99-ാം ദിവസം. ഇന്ന് 981 മുതൽ 990 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവിയേ നമഃ. ഓം ജ്ഞാനജ്ഞേയ സ്വരൂപിണ്യേ നമഃ. ഓം യോനിമുദ്രായേ നമഃ. ഓം ത്രികണ്ഠേശ്യേ നമഃ. ഓം ത്രിഗുണായേ നമഃ. ഓം അംബായേ നമഃ. ഓം ത്രികോണകായേ നമഃ. ഓം അനഘായേ നമഃ. ഓം അത്ഭുതചാരിത്രായേ നമഃ. ഓം വാഞ്ചിതാർത്ഥപ്രദായിന്യേ നമഃ. ഓം അഭ്യാസാതിശയജ്ഞാതായേ നമഃ. ഒന്നുകൂടെ പറയാം. ഓം ജ്ഞാനജ്ഞേയ സ്വരൂപിണ്യേ നമഃ. ഓം യോനി മുദ്രായേ നമഃ. ഓം ത്രിഖണ്ഡേശ്യേ നമഃ. ഓം ത്രിഗുണായേ നമഃ. ഓം അംബായേ നമഃ. ഓം ത്രികോണകായേ നമഃ. ഓം അനഘായേ നമഃ. ഓം അത്ഭുതചാരിത്രായേ നമഃ. ഓം വാഞ്ചിതാർത്ഥപ്രദായിന്യേ നമഃ. ഓം അഭ്യാസാതിശയജ്ഞാതായേ നമഃ. ഇതിൻ്റെ സാമാന്യമായ അർത്ഥം കൂടെ നോക്കാം. ഓം ജ്ഞാനജ്ഞേയ സ്വരൂപിണ്യേ നമഃ. ജ്ഞാനജ്ഞേയ സ്വരൂപിണി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, അതായത് നമ്മൾ അറിയുന്നതിനെ ജ്ഞേയം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ശരീരമാണ് എന്ന് വിചാരിക്കുന്നത് ജ്ഞേയമാണ്. എന്നാൽ ശരീരം മാത്രമല്ല വേണ്ടത്, മനസ്സും വേണം. ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും എന്താണ് ഈ ശരീരം മാത്രമല്ല, ശരീരം ഒരു ജഡമാണ് എന്ന് മനസ്സിലാകും. അപ്പോൾ ശരീരത്തിന് ജീവൻ വേണമെങ്കിൽ എന്തു വേണം? മനസ്സും കൂടെ വേണം. അപ്പം മനസ്സും ശരീരവും മനസ്സോടുകൂടി ചേർന്നതാണ് ശരീരം എന്ന് പറയുന്നത്. അതാണ് ജ്ഞേയം എന്ന് പറയുന്നത്. അപ്പം ശരീരം ജ്ഞേയമാണോ എന്ന് ചോദിച്ചാലല്ല, മനസ്സ് ജ്ഞേയമാണോ അതുമല്ല. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ മനസ്സ് എന്ത് ചെയ്യുന്നു? മനസ്സടങ്ങുന്നു. പക്ഷേ നമ്മൾ ഉണരുമ്പോൾ നമ്മൾ മനസ്സടങ്ങിയാലും എന്ത് ചെയ്യുന്നു? അതിന് ജീവനുണ്ട്. അപ്പം മനസ്സല്ല, നമ്മുടെ മനസ്സും ശരീരവും വേർപെടുത്തി കഴിഞ്ഞാലും നമ്മളിൽ ഉത്ഭവിക്കുന്ന ഒരു ശക്തിയുണ്ട്, നമ്മളിൽ ഉള്ളിലൊരു ശക്തിയുണ്ട്. ആ ശക്തിയെ അറിയുന്നതാണ് ജ്ഞാനമെന്ന് പറയുന്നത്. നമ്മളെ അറിവിലേക്ക് നയിക്കുന്നത് എന്താണ്? ഓരോന്നും ചോദിച്ച് ചെല്ലുമ്പോൾ എന്താണ്? ശരീരമാണോ നമ്മളെന്ന് ചോദിച്ചാൽ ശരീരമല്ല. കാരണം ശരീരം ഒരു ജഡമാണ്. മനസ്സും ശരീരവും കൂടെ ചേർന്നാണ് ജീവനെന്ന് പറഞ്ഞാൽ മനസ്സ് വേറിട്ട് നിന്നാലും നമുക്ക് ജീവനുണ്ട്. അപ്പം മനസ്സാണോ ശരീരമാണോ ജീവൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്കിതൊന്നും അല്ല. നമ്മളിങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് പുതിയ അറിവിലേക്ക് നമ്മളെ എത്തിക്കുന്നു. അപ്പോൾ അറിവിലേക്ക് നയിക്കുമ്പോൾ എന്താണ് അറിയുന്നത്? അവസാനം നമ്മൾ എവിടാണ് എത്തിച്ചേരേണ്ടത്, നമ്മൾ എത്തിപ്പെടേണ്ടത് എവിടേക്കാണ് എന്നുള്ള അറിവിലേക്ക് നമ്മെ നയിക്കുന്നവളാണ് ദേവി. അപ്പോൾ നമ്മളെ അറിയിക്കുന്നതും ഓരോ കാര്യങ്ങളും നമുക്കിപ്പം ശരീരമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ശരീരമാണോ എന്ന് ചോദിച്ചാൽ ശരീരമല്ല, ശരീരം ഒരു ജഡമാണ്. അപ്പം മനസ്സും ശരീരവും കൂടെ ചേർന്നാണ് നമ്മളെന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ് മാത്രമായിട്ട് മാറിയാലും നമ്മളല്ല, ശരീരം മാത്രമായിട്ടും നമ്മളല്ല. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? നമ്മൾ അവസാനം ഓരോരോ ചോദ്യങ്ങൾ ചേർത്ത് എന്താണ്? ജ്ഞാനത്തിൻ്റെയും ജ്ഞേയത്തിൻ്റെയും സ്വരൂപമായിട്ടുള്ളവൾ ദേവിയാണ്. അതാണ് ജ്ഞാനജ്ഞേയ സ്വരൂപിണി. അപ്പം നമ്മൾ എത്തിപ്പെടേണ്ടതായ അറിവിലേക്ക് നമ്മളെ നയിക്കുന്നവളാണ് ദേവി. അതാണ് ജ്ഞാനജ്ഞേയ സ്വരൂപിണി. നമ്മളെ അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെയും ജ്ഞേയത്തിൻ്റെയും സ്വരൂപമായിട്ടുള്ളത്. ജ്ഞേയം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നത്, നമ്മൾ അറിഞ്ഞറിഞ്ഞ് പോകുന്നതാണ് ജ്ഞേയം. അപ്പം ആ അറിഞ്ഞറിഞ്ഞ് പോകുമ്പോൾ ലാസ്റ്റിലാണ് നമ്മളെ എവിടെ ചെല്ലുന്നത്, എവിടെ എത്തിപ്പെടണമെന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ എവിടോട്ടാണ് എത്തിച്ചേരേണ്ടത്? ദേവിയിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. അങ്ങനെ ആ അറിവിലേക്ക് നമ്മളെ നയിക്കുന്നവളാണ് ദേവി. ഓം യോനിമുദ്രായേ നമഃ. യോനിമുദ്ര എന്ന് പറഞ്ഞാൽ 10 മുദ്രയിൽ 9ാമത്തേതാണ് യോനിമുദ്ര. അപ്പോൾ യോനിമുദ്രയുടെ സ്വരൂപത്തോടു കൂടിയവൾ ദേവി. ഓം ത്രിഖണ്ഡേശ്യേ നമഃ. ത്രിഖണ്ഡം എന്ന് പറഞ്ഞാൽ 10ാമത്തെ മുദ്രയാണ്. ഈ മുദ്രയുടെ അധീശ്വരിയാണ് ദേവി. ത്രിഖണ്ഡം എന്ന് വെച്ചാൽ ചന്ദ്രഖണ്ഡം, സൂര്യഖണ്ഡം, അഗ്നിഖണ്ഡം. ഈ 3 ഖണ്ഡങ്ങളുടെയും അധീശ്വരിയായിരിക്കുന്നവളാണ് ദേവി. ത്രിഗുണായേ നമഃ. ത്രിഗുണം എന്ന് വെച്ചാൽ സത്വരജ തമോ ഗുണങ്ങളുടെ സൗമ്യ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി.
അപ്പോൾ ത്രിഗുണാത്മീയ സത്വരജ തമോ ഗുണങ്ങളുടെ സൗമ്യ അവസ്ഥ. അടുത്ത് അംബായേ നമ. അംബ എല്ലാ ജീവജാലങ്ങൾക്കും അമ്മയായിട്ടിരിക്കുന്നവൾ ദേവി. ത്രികോണകായേ നമ. ശ്രീചക്രത്തിൽ ധാരാളം ത്രികോണങ്ങളുണ്ട്. ആ ത്രികോണത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. ആ ഓരോ ശ്രീചക്രത്തിലുള്ള ഓരോ ത്രികോണത്തിനും ഓരോരോ അർത്ഥങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ ത്രികോണത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവി, അതാണ് ത്രികോണക. ഓം അനഘായേ നമ. അഘം എന്ന് വെച്ചാൽ പാപം. അനഘ പാപരഹിതയായിട്ടുള്ളവൾ. അപ്പോൾ അനഘ എന്ന് പറഞ്ഞാൽ ദേവി പാപരഹിതയായിട്ടുള്ളവളാണ്. അത്ഭുത ചാരിത്രായേ നമ. അത്ഭുതകരമായ പാതിവൃത്യത്താൽ പ്രസിദ്ധമായവൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ഭുതകരമായ പാതിവൃത്യത്തോട് കൂടിയവൾ. ഭഗവാനോട് തൻ്റെ ശരീരവും ഭഗവാനിൽ ചേർത്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ അർദ്ധനാരീശ്വരൻ. അപ്പം അത്ഭുതകരമായ പാതിവൃത്യത്താൽ പ്രസിദ്ധയായവളാണ് ദേവി. വാഞ്ചിതാർത്ഥപ്രദായിന്യേ നമ. നമുക്ക് വാഞ്ചിതാർത്ഥപ്രദായിനി എന്ന് പറഞ്ഞാൽ അഭികാമ്യമായ ആഗ്രഹങ്ങളെ കൊടുക്കുന്നവൾ. തൻ്റെ ഭക്തന് ഏറ്റവും ഹിതമായത് ദേവി കൊടുക്കും. അപ്പോൾ എല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കാം. നമുക്ക് പ്രിയമുള്ളതും ആഗ്രഹിക്കാം, ഹിതമുള്ളതും ആഗ്രഹിക്കാം. അപ്പോൾ പ്രിയമുള്ളതെല്ലാം നമ്മൾ ആഗ്രഹിച്ചാൽ ദേവി തരത്തില്ല. നമുക്ക് ഹിതമായിട്ടുള്ളത്, നമുക്ക് എന്താണോ അഭികാമ്യമായിട്ടുള്ളത്, നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് മാത്രമേ ദേവി തരത്തുള്ളൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രിയമുള്ളതായിരിക്കും, പക്ഷേ നമുക്ക് ഏറ്റവും അഭികാമ്യമായ കാര്യങ്ങളാണ് ദേവി തരുന്നത്. തൻ്റെ ഭക്തന്മാർക്ക്, തന്നെ ഉപാസിക്കുന്ന ഭക്തന്മാർക്ക്, അവർ എന്താഗ്രഹങ്ങളാണോ അവർക്ക് ഹിതമായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണോ അഭികാമ്യമായിട്ടുള്ളത്, അത് ദേവി തരും. ഓം അഭ്യാസ അതിശയജ്ഞാതായേ നമ. അതിശയകരമായ ഉപാസന കൊണ്ട് അറിയപ്പെടുന്നവൾ. അതിശയകരമായ ഉപാസന എന്ന് പറഞ്ഞാൽ തീവ്രമായ ഉപാസന, അല്ലെങ്കിൽ നിരന്തരമായ ഉപാസന, അല്ലെങ്കിൽ തീവ്രമായ സാധന, അങ്ങനെ ഉള്ള ഉപാസന കൊണ്ട് അറിയപ്പെടുന്നവൾ. അതിശയകരമായ ഉപാസനയാൽ അറിയപ്പെടുന്നവൾ, അല്ലെങ്കിൽ തീവ്രമായ സാധനയാൽ അറിയപ്പെടുന്നവൾ ദേവി. അതാണ് അഭ്യാസ അതിശയജ്ഞാതായേ നമ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ദേവിയുടെ നാമങ്ങൾ ഓരോ ദിവസവും ഓരോരോ നാമങ്ങൾ പറയുകയാണ്. നമ്മളിന്ന് 990 നാമങ്ങളുമായി 1000 നാമങ്ങളാണ് ദേവി ശ്രീ ലളിതാ സഹസ്രനാമാവലിയിലുള്ളത്. നമ്മളിന്ന് 990 നാമങ്ങളായി നമ്മൾ എന്താ പറയുന്നത്, നാളെ നമുക്ക് കാണാം. അപ്പോൾ എന്താണ്, പുതിയ പുതിയ നാമങ്ങൾ കൊണ്ടും പുതിയ പുതിയ അറിവുകൾ കൊണ്ടും നമ്മൾ ദേവിയോട് കൂടുതൽ അടുക്കുകയാണ്. നമ്മൾ കൂടുതൽ ദേവിയെ അറിയുകയാണ്. അപ്പോൾ എന്താണ്, നമുക്കെന്താ വേണ്ടത്? ദിവസവും ദേവിയുടെ നാമങ്ങൾ ജപിച്ച് നമുക്ക് ദേവീ പ്രസാദമാണ് വേണ്ടത്. നമുക്ക് പറയാനും കേൾക്കാനും കാണാനും എല്ലാം, എഴുതാനും വായിക്കാനും പാടാനും എല്ലാം നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ അതൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് ദേവിയാണ്. ഇതെല്ലാം നമുക്ക് ദേവീ പ്രസാദത്താൽ കിട്ടിയതാണ്. അപ്പം നമ്മുടെ ഈ പ്രപഞ്ചമാതാവ് നമ്മൾ ഓരോ മക്കളെയും ഇങ്ങനെ കാത്തുരക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ശ്രീ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.